ഹലോ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മെയിൻലി നേഴ്സസിന് വേണ്ടിയുള്ളൊരു വീഡിയോയാണ് കേട്ടോ. നേഴ്സസ് ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്ക് വേണ്ടിയുള്ള വീഡിയോ. അപ്പം പുതിയൊരു സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഓസ്ട്രേലിയൻ ഗവൺമെൻറ്, അതായത് ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ മാനേജ് ചെയ്യുന്ന ഏജൻസിയാണ് ആപ്ര. അതായത് ആപ്രയാണ് ഇവിടെ ഓസ്ട്രേലിയയുടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ പുതിയൊരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആ റൂള് കൊണ്ടുവന്നത് പ്രാവർത്തികമായിട്ടില്ല. എല്ലാം ഡിസ്കഷനെല്ലാം കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്ത് അതൊരു റിലീസ് ചെയ്തേക്കുന്ന ഒരു സൈറ്റിൽ. അതായത് ഈ റൂൾസ് വരാൻ പോകുന്നു മാർച്ച് 2025 കഴിയുമ്പോൾ, അതായത് ഏപ്രിൽ മുതലാണ് ഇത് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രീം ലൈൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിട്ടുള്ള കുറച്ച് കൺട്രിയിൽ നിന്ന് അവർ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ഓസ്ട്രേലിയയിൽ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടാനും ഇവിടെ വന്ന് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നേരത്തെ ഈ അയർലൻഡ്, സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞ കൺട്രികളിൽ നിന്ന് നമുക്ക് രജിസ്ട്രേഷൻ ഇവിടെ ഓസ്ട്രേലിയക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടില്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ, ചില ആൾക്കാരൊക്കെ എങ്ങനത്തെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ അയർലൻഡിലെ സിംഗപ്പൂരിലെ രജിസ്ട്രേഷൻ വെച്ച് ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യും. എന്നിട്ട് ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ട് ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ, കാരണം ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും ഇങ്ങനെ ബ്രദർ സിസ്റ്റർ കൺട്രി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ വരുന്നത്. അപ്പോൾ ഈ സ്ട്രിക്റ്റ് റൂൾ പ്രമാണിച്ച് കുറേ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉള്ളത് കൊണ്ടും ആൾക്കാരെ കിട്ടാത്തത് കൊണ്ടും അവർ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് ചെയ്യുവാണ് കുറച്ച് നേഴ്സസിന് വേണ്ടി. അതായത് 6 കൺട്രീസ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 6 കൺട്രീസ് എന്ന് പറഞ്ഞാൽ UK, USA, സ്പെയിൻ, സിംഗപ്പൂർ, കാനഡ, അയർലൻഡ്. അപ്പോൾ ഈ കാനഡയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാനഡയിലുള്ള ആൾക്കാർക്കും പറ്റില്ല. കാനഡയിലെ 2 പ്രോവിൻസ്, അതായത് ബ്രിട്ടീഷ് കൊളംബിയയും ഒറാൻഡോയിലുമുള്ളവർ, അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രോവിൻസിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കാനഡയിൽ കുറച്ച് കൂടുതൽ ഫ്രഞ്ചാണ് കുറേ സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കതിന് പറ്റില്ല, ബാക്കിയുള്ളവർക്ക്. അപ്പോൾ ഈ ഉള്ള കൺട്രിയിലുള്ള ആൾക്കാർക്ക് ആപ്രയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്താൽ മിനിമം ഫ്യൂ തിങ്സാണ് അവർ ചോദിക്കുന്നത്. ഒന്ന് 1800 അവേഴ്സ് വർക്ക് ചെയ്തതായിട്ടുള്ള ഒരു പ്രൂഫ്, അതായത് 2017 മുതൽ 2025 വരെ മിനിമം 1800 അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള എന്നുള്ളൊരു പ്രൂഫും, നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്, അതായത് ഈ കൺട്രികളിൽ, ഓവർസീസ് കൺട്രികളിൽ വർക്ക് ചെയ്തിട്ടുള്ള കൺട്രികളിൽ നിന്നുള്ള ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റും റെഫറൻസുമാണ് അവർ ചോദിക്കുന്നത്. ഈ 3 കാര്യങ്ങളും, പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബാച്ചിലർ ഡിഗ്രിയുടെയും ബാക്കി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും IELTS വേണ്ടത്, അതാണ് മെയിൻ ഇത് പറയാനുള്ളത്. കാരണം ഇത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണല്ലോ. അപ്പോൾ IELTS വേണം, കമ്പൽസറി വേണ്ടാന്ന് അവർ അതിനകത്ത് പറഞ്ഞിട്ടില്ല. കാരണം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത ഒരാൾക്കാർക്ക് ഇത്രയും മിനിമം അവേഴ്സ് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് ഫൈനലായിട്ട് വരുമ്പോഴാണ് ഈ IELTSൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഇതനുസരിച്ച് IELTSൻ്റെ റിക്വയർമെൻറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് 6 കൺട്രിയിലുള്ള ആൾക്കാരുടെ കാര്യമാണ്. അപ്പം ഇന്ത്യയിൽ നിന്ന് വരുന്നവരുടെ കാര്യം വേറെ. ഈ നിയമം പ്രാബല്യമാകുന്നത് ആക്ച്വലി ഏപ്രിൽ 2025 ആണ്. അപ്പം നമുക്കിനി ഒരു 2 മാസത്തോടെ ടൈമുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് എല്ലാം വെച്ചോളുക. ആപ്ലിക്കേഷനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ആപ്രയുടെ വെബ്സൈറ്റ് ഞാൻ ഇതിനടിയിൽ മെൻഷൻ ചെയ്യാം, ലിങ്ക്. അപ്പം നിങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് ഫില്ല് ചെയ്ത് പ്രോസസ്സിങ് തുടങ്ങിക്കോളൂ. ഓക്കെ, ഓസ്ട്രേലിയ നല്ല കൺട്രിയാണ്. ഇപ്പോൾ എന്നെപ്പറ്റി പറയുവാണെങ്കിൽ, ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഞാൻ പല കൺട്രികളിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ സിംഗപ്പൂരായിരുന്നു. അപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും
ഇവിടെ എനിക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടിയില്ല. ഞാനൊരു 12 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 12 വർഷം മുമ്പ് ഞാൻ വന്നപ്പോഴേക്കും എനിക്കിവിടെ വന്നിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ സെയിം ആപ്ലിക്കേഷൻ എല്ലാം ഞാൻ അപ്ലൈ ചെയ്തപ്പോഴേക്കും അവർ പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ഇന്ത്യയിലെ എൻ്റെ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷനുമായിട്ട് ഈക്വൽ എന്നല്ല, അതുകൊണ്ട് ഞാനിവിടെ വന്ന് ഒരു പഠിക്കണം എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം ഞാനൊരു 3 മാസം ബ്രിഡ്ജിങ് കോഴ്സ് പഠിച്ചു. അതാണ് അങ്ങനെ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. അപ്പോൾ ഈ 3 മാസത്തെ ബ്രിഡ്ജിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 12 വർഷം മുമ്പുള്ളത് അവർ പിന്നെ 6 മാസമാക്കി, പിന്നെ 1 വർഷമാക്കി, പിന്നെ ഓസ്കി എൻഗ്ലെക്സ് കമ്പൽസറി ആക്കി. അപ്പോൾ ഈ ഓസ്കിയും എൻഗ്ലെക്സും കമ്പൽസറി ആക്കിയിട്ട് അധികം നാളായിട്ടില്ല, ഒരു 1-2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഇത് കമ്പൽസറി ആക്കിയതിന് പ്രമാണിച്ച് നഴ്സസിൻ്റെ ഭയങ്കര ഷോർട്ടേജ് ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഹോസ്പിറ്റലുകളിലും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ ഷോർട്ടേജ് ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും ഒരു എന്താ പറയുക ഫ്ലെക്സിബിലിറ്റി ചെയ്താലല്ലേ അവർക്ക് കൂടുതൽ ആൾക്കാരെ ഓവർസീസിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഒരു സ്ട്രിക്റ്റായിട്ട് IELTS ഇത്രയും വേണം അല്ലെങ്കിൽ ഇത്ര വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇച്ചിരി ഫ്ലെക്സിബിളായിട്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റി കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ കൺട്രികളിൽ താല്പര്യമുള്ള ആൾക്കാരെ അപ്ലൈ ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നാട്ടിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. നാട്ടിലുള്ള നഴ്സുമാർക്കും ഓസ്ട്രേലിയക്ക് വരാം. പക്ഷേ അവരുടെ റിക്വയർമെൻറ്റ്സ് വേറെയാണ്. കാരണം ഈ ഓസ്ട്രേലിയയിലെ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അല്ലല്ലോ നാട്ടിലെ നഴ്സിംഗ് സ്റ്റാൻഡേർഡ്. നാട്ടിലെ നഴ്സിംഗിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അവർ IELTS ചോദിക്കും. മിനിമം വർക്ക് ചെയ്യുന്ന 3 വർഷം വർക്ക് ചെയ്യണം. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇവിടെ വന്ന് ഓസ്കിയും എൻഗ്ലെക്സും എഴുതിയാലല്ല നാട്ടിലുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നാട്ടിലുള്ളവർക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ, IELTSൻ്റെ സ്കോർ കുറച്ചു. IELTSന് നേരത്തെ 7 വേണമായിരുന്നു നഴ്സിങ്ങിന് ഇവിടെ വന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ. പഠിക്കുന്നതിന് 6.5 മതി. എങ്കിലും ഇപ്പോൾ ആ നഴ്സിങ്ങിൻ്റെ സ്കോർ ഇപ്പം റൈറ്റിങ്ങിൻ്റെ സ്കോർ 6.5 ആക്കി കുറച്ചിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും 7 വേണം. എങ്കിലും റൈറ്റിംഗ് ആണല്ലോ നമ്മളെ സംബന്ധിച്ച് ഇച്ചിരി ടഫ്. അപ്പോൾ അത് 6.5. പിന്നെ ഈ IELTS സ്കോറുകൾ PT സ്കോറുകളൊക്കെ ക്ലബ് ചെയ്യാനും അവർ സമ്മതിക്കും. അതായത് വിത്തിൻ 1 ഇയറിൽ നമുക്ക് ഈ പറഞ്ഞ റിക്വയർമെൻ്റ് എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു സ്കോർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരാം. അപ്പോൾ IELTSന് 7, ബാക്കി 3 എണ്ണത്തിനും മതി. അതായത് റൈറ്റിങ്ങിനും 6.5ഉം സ്പീക്കിങ്ങിനും ബാക്കിയുള്ളതിനൊക്കെ 6.7 ഉണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയക്ക് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത ഒരു അപ്ഡേറ്റ്. പിന്നെ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. ഞാൻ എൻ്റെ ഒരു പാഷനായിട്ടാണ് യൂട്യൂബ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വലിയ ആവശ്യമില്ലായിരിക്കും. പക്ഷേ എന്നാലും നിങ്ങളുടെ റിലേറ്റീവോ ഫ്രണ്ട്സോ ഫാമിലി ഗ്രൂപ്പിലോ ആർക്കെങ്കിലും ഇത് ഇൻഫർമേഷൻ ഉപകാരപ്രദമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത് പറഞ്ഞുതരാം. ഹെൽപ്പ് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരുമെന്നല്ല, ഞാനൊരു മൈഗ്രേഷൻ ഏജൻറ്റോ അങ്ങനത്തെ ആളൊന്നുമല്ല. ഞാനൊരു സാധാരണ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സാണ്. പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം എല്ലാവർക്കും ഒരു വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഹാവ് എ ഗുഡ് ഡേ. ഇനി എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.